മോതിരവളയം പോലെ കട്ട് ചെയ്താണ് ഇട്ടിട്ട് 2 മാവ് അതിൻ്റെ അടുക്കല്ല അങ്ങ് അടിച്ച് വേറെ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് നോക്കും വേണ്ട പൂത്തിട്ട് അയ്യോ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിച്ചതിൽ വെച്ച് നല്ല ടേസ്റ്റുള്ള ഒരു ചാമ്പയാണ് ഇത്. 2 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഇവർ കട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. വേറെ എന്തോ വീട് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഫ്രണ്ടിൽ വീട് വരുന്നത് കൊണ്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കില്ല. അപ്പോൾ അതിന് പരമാവധി ഒന്നും 2-3 ലെയർ ചെയ്തിട്ട് കുറച്ച് ചെടികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ഇതിൻ്റെ മുകളിൽ കയറി നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് അപ്പോൾ വീഡിയോ എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇത് ഒരു വിധം എങ്ങനെയല്ലോ പിടിച്ചെടുത്തിരുന്നു, മഴയുമാണ് നല്ല. അപ്പോൾ കട്ട് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്ത് നല്ല ഇതിൻ്റെ ആ ഒരു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ലെയറിങ് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോൾട്ട് കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും അങ്ങ് ചെയ്ത് നോക്കൽ തന്നെ. ശേഷം തേന് ഇത് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് തേന് പുരട്ടി കൊടുത്തത്. അവിടെ തേന് പുരട്ടിയതിന് ശേഷം ഈ കയറ് ഇതുപോലെ ആദ്യം തന്നെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അത് കെട്ടാൻ പ്രയാസമാണ്. മാത്രമല്ല ഇത് കെട്ടിയില്ല ഇത്രയും ഹൈറ്റിൽ നിന്ന് ചാമ്പക്ക് വലിയ കൊമ്പിന് വലിയ ഉറപ്പുണ്ടാവില്ല, പൊട്ടി താഴെ വീണ് പണ്ടാർ അടങ്ങാനും വഴി. അതുകൊണ്ട് തന്നെ ആദ്യം കെട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കെട്ടാനുള്ളൊരു ഇതാവും. പിന്നെ ഞാൻ ഒന്ന് ചാക്കിലാണ് ഇതിൻ്റെ വളവും ഒക്കെ മിക്സ് ചെയ്തിട്ട് കെട്ടി വെച്ചിട്ടില്ല കേട്ടോ. എന്താവുമെന്നറിയില്ല, നോക്കാം. ആവും തന്നെ ഒരു പ്രതീക്ഷ. അങ്ങനെ ആവും തന്നെയാണ് നമ്മൾ ചോദിച്ചപ്പോൾ ഇത് ചെയ്യുന്ന 1-2 ആൾക്കാർ പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്നത് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു മാവുണ്ട്. അത് പഞ്ചായത്ത് നമ്മളോട് പറഞ്ഞ് ഒഴിവാക്കണം കട്ട് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ അതിനും അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇത്. അപ്പോൾ നല്ല ഹൈറ്റുള്ളതാണ്, കണ്ട താഴെ റോഡ് കട്ട് ചെയ്ത് നല്ല ഒരു മോതിര വളയം ഇട്ട പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ കമ്പാണ് ഇത്. വലിയ കമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആവും എന്ന് 2 അഭിപ്രായമുണ്ട്. എന്ത് തന്നെയായാലും അത് ആയാലും ശരി ആയില്ലെങ്കിൽ ശരി ചെയ്ത് നോക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് താഴ്ന്നുണ്ട വണ്ടി പോകുന്നു. അപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ കഴിയാറായപ്പോൾ നല്ല രീതിയിലുള്ള മഴ വന്നേ. അപ്പോൾ അതവിടെ തൽക്കാലം അവിടെ നിർത്തി താഴെ ഇറങ്ങി കെട്ടി വെച്ചതിന് ശേഷം അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് 1 മാസമായിട്ട് വീണ്ടും കയറിയതാണ് ഇതിൻ്റെ എന്തായി നോക്കാൻ വേണ്ടി. നല്ല രീതിയിൽ റൂട്ട് വളർച്ച കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള ഒരു ലിക്വിഡ് ഫോമിലുള്ള വളമാണ്, ഇത് NPK വളമാണ് കൊടുക്കുന്നത്. കാരണം ഇത് പല ആൾക്കാർ പല അഭിപ്രായം, ഇത്രയും വലിയ കമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആവില്ല എന്ന് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ റൂട്ട് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. 1 മാസമായി കറക്റ്റ് ഇന്ന്. ചകിരിച്ചോറും മണ്ണും ഈ പറഞ്ഞ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ചകിരിച്ചോറ്, ചാണകം, മണ്ണ് ഇത് 3 തന്നെയാണ് മിക്സ് ചെയ്ത് കെട്ടി കൊടുത്തില്ല. റൂട്ട് ചെറിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് മാവായതുകൊണ്ട് പതുക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. ചാമ്പേൻ്റെ പോലെയല്ല, മറ്റുള്ള പോലെ പെട്ടെന്ന് മാവ് ആവില്ല എന്ന് പറഞ്ഞത്. എന്നിരുന്നാലും ഒന്ന് നോക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സംഭവം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആവുമായിരിക്കും അല്ലേ, ആയില്ലെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും ഇത് കട്ട് ചെയ്ത് കളയണ്ട, അതുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധപ്പെട്ടത്. ഇത് കണ്ട ഇങ്ങനെ പോയേക്കുമ്പോൾ പൂത്ത് കിടക്കുന്നത്. കാരണം ഇതൊരു മോതിരവള ഇട്ട ഒരു എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് കിട്ടുക. അപ്പോൾ ഈ കമ്പിൽ ഒരു 3-4 എടുത്തിട്ട് പൂത്തിട്ട് ഇത് കാണുന്നു. നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട്. പൂക്കാനുള്ളത് അവിടെ നിന്ന് പൂക്കട്ടെ, വേര് വരാനുള്ളത് ഇവിടുന്ന് വേര് വരട്ടെ. ഞാൻ വീകാണ്ട് താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാലും അടുത്ത ഇതിൻ്റെ റിസൾട്ട് അറിയിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ.